ഇതിലെ ആന നടന്നു വന്ന് ഈ വഴിക്കല്ലേ ഈ വഴിക്ക് വന്ന് ആന എന്ത് ചെയ്യുന്നത് ഇതൊരു ഈ കാന കവച്ച് അങ്ങോട്ട് ഇതിലെ വന്നത് ഇതിലെ വന്ന് ഇതെടുത്തോ ഇവിടെയാണ് ഈ കാല് വെക്കുന്നത് ആന. ഇത് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തുനിന്ന് കാണുക. നിരന്തരം വന്യമൃഗത്തിൻ്റെ ശല്യമുള്ള പ്രദേശമായിട്ട് മാറി ഇവിടെ. ഈ പറമ്പ് തന്നെ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന പറമ്പ് തന്നെ ഇതിൻ്റെ അകത്ത് ബാക്കിയുള്ള ഈ കാണുന്ന തെങ്ങുകൾ മുഴുവൻ തീർത്തതാണ്. ഇനി ഒരു 5-6 തെങ്ങനെ അവശേഷിക്കുന്നുള്ളൂ. അതിപ്പോൾ അടുത്ത ദിവസം അവൻ തീർക്കും. ആനന്ദ ഇതിൻ്റെ ഈ മുറ്റത്തെത്തിയതിൻ്റെ സാധനം എന്ത് ചെയ്ത് നേരെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് ഇറങ്ങി വയലാ ഇവിടെ. ആദ്യം ഇത് പൊട്ടിച്ച് പിന്നെ ഇവിടെ അന്നേരം കാണിയില്ലേ, പിന്നെ ഇവിടെ പൊട്ടിച്ചിട്ട് ഇവിടെ ചാടിയതാ. കാലടയാളുണ്ട് ഇവിടെ. ഇതും പൊട്ടിച്ചല്ലേ ഇവിടെ. ഇത്ര ഇതാ ഇതിന്റെ ബാക്കി അവിടെ മതിലിതാക്കിയോ ഇത് പോവുക കേട്ടോ. അതിന്റെ മണ അടിച്ചിട്ടാ അതിലോടിക്കാണല്ലോ വന്നടി. നമ്മളിപ്പോ ഈ പോകുന്ന വഴി കൂടെ ആന ഇറങ്ങി വന്നേ. ഞാനും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. വീണ്ടും മുമ്പ് ഇരിക്കുന്നു. അല്ല, ഞാൻ ഇങ്ങനെ അകത്ത് നിന്ന് കൊനയ്ക്ക് വരുമ്പോ ഇങ്ങനെ നടന്നു വരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് പിന്നെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇങ്ങോട്ട് ബഹളം കേൾക്കുന്നുണ്ട്. അതാണ് അന്നേരമാണ് ഇവൻ ഒച്ച കേട്ടോണ്ടാ ഞങ്ങൾ അറിയുന്നത്. ഇത്രയുള്ളൂ മതില്. അവിടെ നിന്ന് ഇങ്ങനെ വന്നത് ആ വഴിക്കുന്ന വന്നേ. എന്നിട്ട് നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ കൂടെ പോയേ ഈ വഴിക്കടാ. എന്നിട്ട് ഈ റോഡിന് പോയി. എന്നിട്ട് ഇതിലെ കയറിയില്ലേ? നേരിട്ട് കണ്ടോ? ആണോ? പേടിച്ചു പോയാ പെട്ടെന്ന് കണ്ടപ്പോ? ആണോ? ഇത് നമുക്കറിയില്ല. പണ്ടുള്ള ആൾക്കാർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു കാലത്ത് ഒരു 25, 30, 40 കൊല്ലം മുന്നേ ഈ റൂട്ടിൽ ആന പോയിട്ടുണ്ട്. മെയിൻ റോഡ് ഉണ്ട് അവിടെ. ആ മെയിൻ റോഡിലേക്ക് ഇറങ്ങി പിന്നെ നേരെ പോയിട്ട് പോയല്ലേ? ഈ വഴിക്ക് തന്നെയല്ലേ പോയെ? ഈ വഴിക്ക് തന്നെ. ഇതിവിടെ ചളിയാ, അവിടെ പൂത്തിപ്പോയി മുള്ളായിട്ട് ആന. ഓ, പിന്നെ അവിടുന്ന് കയറി നേരെ ആ വീട്ടിൽ ഇവിടെ താന്നു പോയി. ഈ റോഡ് വന്നിട്ട് റോഡിന് കയറിയിട്ട് പൊരല്ലേ ആ കിണറിന്റെ ആ സൈഡ് കൂടി വീടിന് ഇതിന്റെ ഉള്ളിൽ കയറിയോ? ഈ റോഡ് കയറിയോ? ഓ, മറ്റേ പോയി. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ പന്തിരിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഞായറാഴ്ച ഓണത്തിൻ്റെ അന്ന് പേരാമ്പ്ര ടൗണിൽ ഒരു കാട്ടാന ഇറങ്ങുകയും ഒത്തിരിയധികം ബുദ്ധിമുട്ട് ഇവിടുത്തെ പ്രദേശവാസികൾക്കൊക്കെ ഉണ്ടാക്കി നമ്മൾ അറിയാമായിരുന്നു. ഒരു ദിവസം മുഴുവനായിട്ട് പേരാമ്പ്ര ടൗണിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ആന ഉണ്ടായിരുന്നു. ഏതായാലും നമ്മളിപ്പോൾ ഉള്ളത് ഈ പേരാമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്തിനോട് ചേർന്ന്, അല്ലെങ്കിൽ അവിടുന്ന് ഒരു 5 കിലോമീറ്റർ ഇപ്പുറം കിടക്കുന്ന പന്തിരിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഒരു ഭാഗത്തോടുകൂടിയൊക്കെയാണ് ആന അങ്ങോട്ട് പോയതും അതുപോലെ തന്നെ തിരിച്ച് വന്നതൊക്കെ. ഇവിടെ ഒരു വയലിലൊക്കെ കുറേ സമയം ആന ഉണ്ടായിരുന്നു. നമുക്ക് ഏതായാലും ഇവിടുത്തെ ഒരു നാട്ടുകാരോടൊക്കെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ നമുക്ക് ഈ നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ പകർത്തിയ കുറച്ച് വിഷ്വൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു വിഷ്വൽസ് നമ്മൾ ഈ കൂടെ തന്നെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഒരു പ്രദേശമാണ് പെരുവണ്ണാമൊഴി എന്ന് പറയുന്നത്. ഈ പ്രദേശവും ഇതുപോലെ തന്നെ വന്യമൃഗ പ്രശ്നം അതിരൂക്ഷമായിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. ഈ പെരുവണ്ണാമൊഴി ഭാഗത്തു നിന്നാണ് ഈ ആനയൊക്കെ ഇറങ്ങി ഈ പേരമ്പ്ര ഭാഗത്തേക്കൊക്കെ പോകുന്നത്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ജോർജ് കുംബ്ലാനിക്കൽ. ഈ സ്ഥലം പെരുവണ്ണാമൊഴി? ഇത് പെരുവണ്ണാമൊഴി. ഇവിടെ എങ്ങനെയാട്ടോ? ഭയങ്കര ഇവിടെ ആനയും മാന്, പോത്ത്, ഇങ്ങനെയുള്ള എല്ലാ ജീവികളും നിരന്തരം വന്യമൃഗത്തിൻ്റെ ശല്യമുള്ള പ്രദേശമായിട്ട് മാറി ഇവിടെ. ഈ പറമ്പ് തന്നെ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന പറമ്പ് തന്നെ ഇതിൻ്റെ അകത്ത് ബാക്കിയുള്ള ഈ കാണുന്ന തെങ്ങുകൾ മുഴുവൻ തീർത്തതാണ്. ഇനി ഒരു 5-6 തെങ്ങനെ അവശേഷിക്കുന്നുള്ളൂ. അതിപ്പോൾ അടുത്ത ദിവസം അവൻ തീർക്കും. വൻ കൃഷിനാശം. സ്ഥിരമായിട്ട് ഇറങ്ങുന്നതല്ലേ? സ്ഥിരമായിട്ട് ഇറങ്ങുന്നതാണ്. സ്ഥിരമായിട്ട് അതിനെ ഈ തെങ്ങൊക്കെ കഴിഞ്ഞ ദിവസം ഇതെല്ലാം കഴിഞ്ഞ ദിവസം കളഞ്ഞ ഈ തെങ്ങൊക്കെ കഴിഞ്ഞ ദിവസം കളഞ്ഞ തെങ്ങുകളായത്. ഇതല്ലാണ്ട് അപ്പുറത്തുണ്ട്. അതിൻ്റെ അപ്പുറത്ത് അത് അപ്പുറത്ത് കിടക്കുന്നു. മുള്ളനെ, കുരങ്ങ, വാഴയിൻ്റെ അകത്ത് വെച്ചിട്ട് ഒറ്റയും കിട്ടിയില്ല. വാഴക്കൊല മുഴുവൻ കുരങ്ങ് കൊണ്ട് തിന്നത്. അതേപോലെ അപ്പുറത്തുണ്ടല്ലോ, അപ്പുറത്തും അതാ കിടക്കുന്നത്.
ഇതൊക്കെ ഈ 1-2 ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ കളഞ്ഞതാണ്. ഇവിടുന്ന് ദൂരെ കാണാൻ കേട്ടോ അവിടെയൊക്കെ തെങ്ങ് കിടക്കുന്നത്. ഒരുമാതിരി ഈ പ്രദേശം വെളുത്തൂല്ലേ? വെളുത്തു അതാ ഇതേപോലെ തെങ്ങ് കായ്ക്കുന്ന തെങ്ങുകളായിരുന്നു അവിടെയൊക്കെ. അതൊന്നും തെങ്ങില്ലല്ലോ. ഇനി അവിടെ ഒരൊറ്റ തെങ്ങ് അവശേഷിക്കുന്നില്ല. ഒക്കെ തീർത്തു. ഇലയൊക്കെ വലിച്ച് പോത്ത് വരും. പോത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പശുവിന് പോലും കിടക്കും പുല്ല് കിട്ടിയില്ല. ആണല്ലേ? മുഴുവൻ പോത്ത് തിന്നു പോവുക. കാട്ടുപോത്ത്. അത് ഈ വഴിയെ പോലും ഞങ്ങൾക്ക് നടക്കാനില്ല. 5 മണി കഴിഞ്ഞാൽ ഇവിടെ വണ്ടിയേ പോകില്ല. ഈ റോട്ടിൽ കൂടെ പോകാനായില്ല. കാരണം ഈ പോത്ത് കൂടിയായിരുന്നു. ഈ റോഡിൻ്റെ കാര്യം കേട്ടോ ഇപ്പോൾ പറഞ്ഞേ. ഈ ഒരു വഴി ഇതുണ്ടോ, ഇവിടെയാണ് ഈ പറമ്പുള്ള. ഇവിടെയൊക്കെ വീടുകളുള്ള ഈ പ്രദേശമൊക്കെ ജനവാസമുള്ള. പിന്നെ എല്ലാം ജനവാസമാണ്. അങ്ങോട്ടൊക്കെ വരുമ്പോഴത്തെ അടുത്തടുത്ത് വീടുകളാണ് അങ്ങോട്ട്. ആണല്ലേ? ഇതൊക്കെ വെച്ചാൽ 1940 മുമ്പ് കുടിയേറി താമസിച്ച സ്ഥലങ്ങളാണ്. ഈ ഭാഗത്തല്ല മൊത്തം കാട്ടുപോത്താന്ന് പറഞ്ഞാൽ രാത്രിയിൽ. നമ്മൾ ഇപ്പോൾ ഉള്ളത് പെരുവണ്ണാമൊഴി പന്തിരിക്കര റൂട്ടിലാണ്. കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ ഇറങ്ങിയ ആന നടന്നു പോയ വഴിയിലാണ്. നമുക്ക് ആ റോട്ടിൽ നമുക്ക് ആനപ്പിണ്ടം കിടക്കുന്നത് കാണാം. അവിടുന്ന് ഇങ്ങനെ നടന്നു വന്ന ആന എന്താ ഈ വഴി ഇങ്ങനെയാണ് പോയത്. എന്താ ഇവിടെയൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഒടിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഈ റോഡ് മാർഗമാണ് ആന പേരാമ്പ്ര ഭാഗത്തേക്ക് പോയത്. ഇതിലെയാണ് പോയത്. ഇതൊക്കെ തിന്ന് ഇതിലെയാണ് ആന പോയത്. ഇവിടുന്ന് പിന്നെ നേരെ എങ്ങോട്ടാ പോയത്? ഇവിടുന്ന് നേരെ പോയിട്ട് കുറച്ചുകൂടി അപ്പുറം നേരെ മുകളിലോട്ട് റോഡുണ്ട്. താട്ട റോഡ്. അതിലേ അങ്ങോട്ട് പോയി. അങ്ങോട്ട് കയറി അല്ലേ? കുറച്ചുകൂടെ ചെന്ന് നേരെ അങ്ങോട്ട് പോയി. അവിടെ പോയല്ലേ? മിനിയാന്ന് ഇറങ്ങിയ ആന നമ്മളിപ്പോൾ കണ്ട ആ പ്രദേശത്ത് നേരെ ഈ വീടിരിക്കുന്ന ഈ പ്രദേശത്തിൻ്റെ ഇവിടെ വന്നിട്ട് കുറച്ച് നേരം നിന്നായിരുന്നു കേട്ടോ. ഇവിടെ നിന്നേച്ചിട്ട് ഈ ഒരു പ്രദേശത്ത് നിന്ന് വാഴ കദളി വാഴയായിരുന്നു എന്നാണ് ചേട്ടൻ പറഞ്ഞപ്പോൾ അത് ഒക്കെ തിന്നിട്ടാണ് അങ്ങോട്ട് പോയത്. നമുക്കിനി ബാക്കി ആന പോയ ആ പ്രദേശമൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം കേട്ടോ. ഇനി അവിടെ നിന്ന് ആ ഭാഗത്ത് അല്ല, ഇവിടുന്ന് വന്നത്. ഇവിടുന്ന് ഈ ഫാമിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നതാ. അതാണ് സംഭവം. നേരെ റബ്ബർ വീട്ടുകാരനുണ്ട് ഇതിൻ്റെ അപ്പുറം. അവൻ കണ്ടതാണ് 3 മണിക്ക് നേരെയാണ് പോകുന്നത്. എങ്ങോട്ട് പോകുന്നത്? റബ്ബർ വെട്ടാൻ വേണ്ടി പോകണമല്ലോ. നേരെ രാവിലെ കാണണത്. അതാണ് പരിപാടി. ഇവിടെ വന്ന ഈ അതാണ് അന്നേരമാണ് ഇവൻ ഒച്ച കേട്ടോണ്ടാ ഞങ്ങൾ അറിയുന്നത്. സഞ്ചാരമുണ്ട്. ഇതിലെ പോകുന്നുണ്ട്. ധൈര്യമായിട്ട് പോകുന്നുണ്ട്. അന്നേരം വെച്ചാൽ ആരും ശല്യം ചെയ്യല്ലോ. ഈ ഒരു പ്രദേശം ഇതിന് തൊട്ട് പുറകിലുള്ള സ്ഥലത്തു നിന്നാട്ടോ ആന അങ്ങോട്ട് കയറി വന്നു. നമുക്ക് ഈ നാട്ടിലുള്ള ഒരു ചേട്ടനോട് തന്നെ ചോദിക്കാം. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? ചേട്ടൻ പേര് കുഞ്ഞമ്മദ്. അല്ലേ? ഇപ്പം ഇവിടെ ഈ ഭാഗത്തോടെയൊക്കെ ആയിരുന്നല്ലേ ഇന്നലെ? അതെ, ഇന്നലെ വന്നതും തിരിച്ചു പോയതും രാത്രി കണ്ടില്ല. ഞങ്ങൾ വന്ന സ്ഥലം. പക്ഷേ ആന വന്ന വഴിക്ക് തിരിച്ചു പോകുന്നുള്ളൊരു നമുക്കൊരു ധാരണ ഉണ്ട്. അപ്പം അങ്ങനെ ഈ വഴിക്ക് ഇങ്ങനെ വന്ന് ഈ വയലിൽ കൂടെ ഇത് ഞാൻ കാണിച്ചു തരാം സാറിന്. ഓക്കെ. നമ്മളിപ്പോൾ ഇനി കാണാൻ പോകുന്നത് നമ്മളിപ്പോൾ ആ വിഷ്വലിൽ കണ്ട ആ സ്ഥലങ്ങളൊക്കെ കേട്ടോ. ഇവിടെ ഇന്നലെ ഭയങ്കര ബഹളമായിരുന്നല്ലേ? അതെ, കുറേ ആൾക്കാരും ഫോറസ്റ്റും. പക്ഷേ വളരെ സൈലന്റ് ആയിരുന്നു ആന. ആണല്ലേ? ഓ, ആന ഒന്നും പ്രശ്നം ഉണ്ടാക്കിയില്ല. ആന അതൊരു വഴിതെറ്റി വന്ന ഒരു കേസ്. അതെ. ഇങ്ങനെ പേരാമ്പ്ര ടൗണിന്റെ ടൗണിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്താണ് മൂപ്പർ കവർ ചെയ്ത് നിന്നത്. പിന്നെ അതിന് തോന്നി വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ഇതിലൂടെ ഒരു നടവഴിയാണ്. ശ്രദ്ധിക്കണം. ഇവിടെ ഒന്ന് പോവാട്ടോ. ഈ ഒരു വയലിലായിരുന്നു അങ്ങനെ ഇന്നലെ പകല് കുറച്ച് നേരം തങ്ങി നിന്നത്.
ആന വഴി തെറ്റി വന്നതെന്നാണ് ഇപ്പം ചേട്ടൻ പറഞ്ഞത്. ഒരുപക്ഷെ അങ്ങനെ ആകാനും തന്നെയാണ് സാധ്യത. കാരണം ആന മറ്റു ഉപദ്രവങ്ങളൊന്നും ആർക്കും ഉണ്ടാക്കിയിട്ടില്ല. ആരുടെയും കൃഷികളൊന്നും നശിപ്പിച്ചതായിട്ട് ഇതുവരെ അറിയുന്നില്ല. ചുരുക്കം ചില സ്ഥലത്ത് 1-2 വാഴയൊക്കെ കളഞ്ഞതല്ലാതെ കാര്യമായിട്ട് വലിയ നാശനഷ്ടമൊന്നും വരുത്തിയിട്ടില്ല ആന. ഒരുപക്ഷെ ഓരോ സ്ഥലത്തെത്തുമ്പോൾ ആനേനെ പേടിപ്പിച്ച് അല്ലെങ്കിൽ ആൾക്കാരെ കണ്ടു കഴിയുമ്പോൾ ആന അങ്ങോട്ടും ഇങ്ങോട്ടും പോയി തിരിച്ചു പോകാനുള്ള വഴി തെറ്റി പോയതായിരിക്കാം. ഏതായാലും ഇതിലെ ആന നടന്നു വന്ന് ഈ വഴിക്കല്ലേ ഈ വഴിക്ക് വന്ന് ആന എന്ത് ചെയ്യുന്നത്, ഇതൊരു ഈ കാന കവച്ച് അങ്ങോട്ട് ഇതിലെ വന്നത്. ഇതിലെ വന്ന് ഇതെടുത്തോ, ഇവിടെയാണ് ഈ കാല് വെക്കുന്നത് ആന. ഇത് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തുനിന്ന് കാണുക. ഈ വഴി ഇങ്ങനെ എന്ത് ചെയ്ത് ആന അങ്ങ് പോയി. വഴി ഇങ്ങനെ പോകുന്നുണ്ടോ? ആ, എന്നിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയേ? അവിടെ നിന്ന് അങ്ങോട്ട് നേരെ എന്ത് ചെയ്ത് ക്രോസ് ചെയ്ത് അവിടെ ചെന്നാന ആ എൻഡില്ലേ അവിടെ കാല് വെച്ച്, അല്ല അവിടെ അല്ല, ഈ കലുങ്കില്ലേ നമ്മുടെ കുളത്തിന്റെ അവിടെ കാല് വെച്ച് ആന എന്ത് ചെയ്ത് കാലം അങ്ങോട്ട് എടുത്തു വെച്ചില്ല. വെച്ച കാലം എന്ത് ചെയ്ത് തിരിച്ച് ആന എന്ത് ചെയ്ത് ഇതിലെ കൂടെ വീണ്ടും എന്ത് ചെയ്ത് ഇങ്ങോട്ട് കയറി. ഈ വഴിക്ക് നേരെ അയാൾ നടക്കുന്നില്ലേ ആ വഴിക്കാൻ കയറി ആ വീട്ടിന്റെ ആ ഗേറ്റ് ഒന്നും തകർക്കാണ്ട് എന്ത് ചെയ്ത് സ്ട്രൈറ്റ് ആയിട്ട് മറ്റേ വീട്ടിന്റെ മുന്നിൽ കൂടെ എന്ത് ചെയ്ത് അപ്പുറത്തിറങ്ങി. ആ വീടിന്റെ അതുപോലെ തന്നെ എന്ത് ചെയ്ത് റോഡിൽ കൂടെ പോയിട്ട് എന്ത് ചെയ്താന കുറച്ച് പിന്നെയും മെയിൻ റോഡ് മേലേക്ക് ഇറങ്ങി. മെയിൻ റോഡ് ഇറങ്ങി. പിന്നെ ആ അന്ന് രാത്രി വന്ന ആ റൂട്ട് ഇവിടുന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി ആനക്ക്. ഇവിടെ മാത്രം രാത്രിയത്തെ കണ്ടീഷൻ. പിന്നെ ആന എന്ത് ചെയ്ത് ആ വന്ന റൂട്ട് അത് കറക്റ്റ് മനസ്സിലാക്കി എന്ത് ചെയ്ത് രാത്രി വന്നേ ആ റൂട്ട് തന്നെ അതിൽ കൂടെ പോയി. തിരിച്ച് വൈകിട്ട് എത്ര മണിയായപ്പോ ഇതിലെ പോയെ? വൈകിട്ടൊരു ഏകദേശം ഒരു 4 മണി അങ്ങനെ ഉണ്ടാവും. ഇവിടുന്ന് ഈ പേരാമ്പ്രക്ക് ഇവിടുന്ന് ഒരു 4.5 കിലോമീറ്റർ ഉണ്ടാവും ഇവിടുന്ന്. ഇന്ന് നമ്മുടെ നിൽക്കുന്ന പൊസിഷനിൽ. അതായത് റോഡ് മാർഗം പോയത് ഇതിരിയാ ഈ അമ്പലത്തിന്റെ റോഡ് മാർഗമല്ല ആന പോയത്. ആ മാർഗമാകുമ്പോ അത്രയും ദൂരം ഉണ്ടാവൂല. ആന പോയത് ഇങ്ങനെ തന്നെയാ പോയത്. ഈ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിന്റെ അവിടെ തന്നെ അങ്ങനെ ഒരു ചായകുളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പൊ അവിടെ ചായകുളത്തിലേക്ക് ആന ഇറങ്ങിയില്ല. പക്ഷെ അതിന്റെ കരക്കൂടെ എന്ത് ചെയ്ത് ഒരു 4-5 വീട്ടിൽ കൂടെ എന്ത് ചെയ്ത് അങ്ങ് കയറി അങ്ങ് പോയി. അങ്ങനെ പള്ളിത്തായ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളെ ഒരു പുതിയ മസ്ജിദ് പണിയുന്നുണ്ട്. അപ്പൊ അതിന്റെ മുന്നിൽ കൂടെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. കാരണം അങ്ങനെ ഒരു മാനസികമായിട്ട് ഒരു ധാരണ. അതാന തിരിച്ചു വന്നു അങ്ങനെ തന്നെയാ വന്നു. ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ആന ഉണ്ടാക്കിയില്ല. ഇല്ല. പിന്നെ ആന രാത്രി നല്ലോണം ഭക്ഷണം കഴിച്ചു കുറെ വാഴയും കാര്യങ്ങളും നശിപ്പിക്കുകയെത്തുന്ന ചെയ്ത്. പിന്നെ പകല് പിന്നെ അതിന്റെ ആൾക്കാരെ അത് കുറച്ച് ആവാന്ന് ഇതാക്കിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് പേരാമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് അടന്ന് അതായത് സിൽവർ കോളേജിന്റെ ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചിട്ടാണ് ഇത് ഒരു നിലയുറപ്പിച്ചത്. അവിടെ സൈലന്റ് ആയിരുന്നു ആന. ഒരു പ്രകോപനോ കാര്യങ്ങളോ ഉണ്ടാക്കിയില്ല. അപ്പൊ അത് വന്ന റൂട്ട് എന്ത് ഭക്ഷണ പ്രയാസങ്ങളായിരിക്കും ചിലപ്പോൾ, അങ്ങനെ നമുക്ക് കണക്കൂടുന്നത്. പക്ഷെ അതിന്റെ കറക്റ്റ് ഇതുണ്ടായിരുന്നു, മാപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇത്. ഇവിടുന്ന് മാത്രം എന്ത് ചെയ്ത് ലേശം ഒന്ന് കൺഫ്യൂഷൻ ആയിപ്പോയത്. ആന നമ്മളിപ്പം നിന്ന സ്ഥലത്ത് ഇതിലാണ് ആ പുല്ല് മാറി നിൽക്കുന്നുണ്ട്. അതിലാണ് ഇങ്ങനെ വന്നേക്കുന്നത് കേട്ടോ. അവിടെ അങ്ങനെ നേരെ കയറി
ആന അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു നേരെ ഇങ്ങോട്ട് വരുന്നു. ഇപ്പം നമ്മൾ നിന്ന വയലല്ല അത്? ആ വയൽ ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യുന്ന ആന ഈ റോട്ടിൽ കൂടെ തന്നെ പോയില്ലേ? അല്ല, റോഡ് കയറിയില്ല, ഇവിടുന്ന് കയറുന്നത് ആന. അവർ നിൽക്കുന്നില്ലേ, അവർ നിൽക്കുന്ന ആ സൈഡിൽ കൂടെ ഈ കാടില്ലേ ഇതിലൂടെ ആന എന്ത് ചെയ്യുന്നു, ആന ഇങ്ങനെ തന്നെ കയറി വരുന്നു. ഇങ്ങനെ കയറി ഇതിലൂടെ ഇങ്ങനെ ആന കയറി വരും. ആ, ഇതിലൂടെ തന്നെ ആന കയറി വരുന്നു. എന്നിട്ട് ആന എന്ത് ചെയ്യുന്നു, നേരെ ഈ റോഡ് മാർഗം പോകുന്നു. ഇത് പോയിട്ട് അങ്ങോട്ട് പോയിട്ട് അവിടെ വീടിൻ്റെ ഇറങ്ങി നേരെ അങ്ങോട്ട് പോയി അതിൽ അപ്പുറം ഇവിടുന്ന് ഇങ്ങോട്ട് പോയി ആന ഇങ്ങോട്ട് പോയിട്ട് അവിടെ ഒരു വീടുണ്ട്. ഇവിടുന്ന് നേരെ ആന വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ആന ഇങ്ങനെ പോവാ. ആന ഇങ്ങനെ പോയി, ആന ആ വീട്ടിലേക്ക് പോയില്ല, ആ ഗേറ്റിനുള്ള ആന പോയില്ലേ. ആന നേരെ ഇങ്ങനെ ഈ ഇടത്തെ സൈഡിലേക്കാണ് പോയത്. നേരെ ആന ഇങ്ങനെ പോവാ ഇങ്ങോട്ട്. ഇല്ല, അവിടെ വീട്ടിൽ നേരെ പോയി. അല്ല, കേടത്തെ വിജയന്റെ മുറ്റത്ത് പോയി. ഇതിലിങ്ങനെ പോയല്ലേ? ഇതിലിങ്ങനെ പോയി. ആന ചവിട്ടുണ്ട്, ചവിട്ടുണ്ട്, കാൽപ്പാടൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ തന്നെയാണ് പോയേക്കുന്നത്. വീടിന്റെ മുറ്റത്തോട്ട് കയറിയില്ലെന്ന് തോന്നുന്നു അല്ലേ? കയറിയാ ഇങ്ങനെ കയറി അങ്ങ് ഇറങ്ങി. നമ്മളെ മുറ്റത്തൂടെ അങ്ങോട്ട് പോയത്, മുറ്റത്തൂടെ. ആ, ഇതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്ത് ആന എന്ത് ചെയ്ത് ഇതിന്റെ ഈ മുറ്റത്തെത്തിയതിന്റെ സാധനം എന്ത് ചെയ്ത് നേരെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് ഇറങ്ങി. ഇത് വയലാ. ഇവിടെ ഈ പശുവിനെ അവിടെ കെട്ടിയിരുന്നു. ആ, ഒന്നും ചെയ്തില്ല, വളരെ സൈലന്റാ. ഇന്നലെ കണ്ടായിരുന്നല്ലോ നേരിട്ട്? ഓ അല്ലേ? ആ, ഇങ്ങനെ നടയിലൂട്ടി ഇങ്ങനെ മുറ്റത്തേക്ക് ആന വരുന്ന അറിയിപ്പ് കിട്ടിയായിരുന്നോ? ഞാനും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. വീണ്ടും മുമ്പ് ഇരിക്കായിരുന്നു. അല്ല, ഞാൻ ഇങ്ങനെ അകത്ത് നിങ്ങൾ കൊനയ്ക്ക് വരുമ്പോ ഇങ്ങനെ നടന്നു വരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് പിന്നെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇങ്ങോട്ട് ബഹളം കേൾക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ആന ഈ നാട്ടിൽ ഇറങ്ങി എന്നുള്ള കാര്യം അറിഞ്ഞായിരുന്നു? ഓ, തന്നെ ഇറങ്ങി. അച്ഛനും മോനും അവിടേക്ക് റോഡിന് പോയതല്ലേ. വീണ്ടും മുറ്റത്തോടെ ഇങ്ങനെ ഇറങ്ങിയതാണല്ലേ? ഇങ്ങനെ വന്നിട്ട് ആ വയലിലേക്ക് കേട്ടോ ആന പോയെ. ഇതിലെ കൂടെ തന്നെ കേട്ടോ ആന ഇറങ്ങിപ്പോയത്. ഈ വഴി കൂടെ തന്നെയാണ് ആന പോയേക്കുന്നത്. ഈ സ്ലാബൊന്നും പൊട്ടിയില്ലല്ലേ? ഈ ചളിക്കൊണ്ട് ഇറങ്ങി നേരെ അപ്പുറം പിടിച്ചു. അതിലെ കൂടി ആ വീട്ടിനെ അങ്ങോട്ട് പിടിച്ച് നേരെ അതിലെ കൂടെ തന്നെ മെയിൻ റോഡ് ഉണ്ട് അവിടെ. ആ മെയിൻ റോഡിലേക്ക് ഇറങ്ങി പിന്നെ നേരെ പോയിട്ട് പോയല്ലേ? ഈ വഴിക്ക് തന്നെയല്ലേ പോയത്? ഈ വഴിക്ക് തന്നെ. ഇതിവിടെ ചളിയായിരുന്നു, അവിടെ പൂത്തിപ്പോയി മുള്ളായിട്ട് ആന. പിന്നെ അവിടെ നിന്ന് കയറി നേരെ ആ വീട്ടിൽ ഇവിടെ താന്നു പോയി. അവിടെ അങ്ങോട്ട് വഴിയില്ല, വഴിയുണ്ട്, പക്ഷേ ആന വന്ന വഴി അതിലെ കൂടിയാ. അതിനെന്തോ ബുദ്ധി വന്ന് അതിലൂടെ തന്നെ തിരിച്ച് മെയിൻ റോഡ് കയറി പിന്നെ നേരെ വീണ്ടും റോട്ടിൽ ചെന്ന് റോട്ടിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് ഇങ്ങോട്ട് വന്ന് നേരെ ഇവിടുന്ന് തന്നെ തിരിച്ച് റോട്ടിൽ. അത് വന്ന വഴിയായിരുന്നു, അതുകൊണ്ട് ആ വഴിക്ക് നേരെ വിട്ടിട്ട് സ്കൂൾ. ഇത് രാവിലെ എത്ര മണിയായപ്പോഴാണ് സംഭവം? തിരിച്ചു വന്നതോ? അല്ല, ഇതിലെ പോയത്? ഇതിലെ പോയത് ഒരു 3 മണി അല്ലേ? തിരിച്ചു പോകാൻ നേരത്തെ ഇല്ല വന്നല്ലേ? ഫസ്റ്റ് പോക്ക് ഇതിലെ കൂടില്ല, ഫസ്റ്റ് പോക്ക് അതിലെ കൂടെ തന്നെ ഇറങ്ങി. അതിൽ അങ്ങോട്ട് റോഡുണ്ട്, അതിലെ കൂടെ തന്നെ ഇറങ്ങി പിന്നെ ചായകുളങ്ങര സ്ഥലത്തോട്ട് ഇറങ്ങി കേളമുക്ക് തന്നെ പേരാമ്പ്രക്ക്. ഇന്നലെ ഇതിലേട്ടോ ആന കടന്നു പോയത്. ഈ പശു ഇതിനൊന്നും ചെയ്തിട്ടില്ല, ഒരു സംഗതി ചെയ്തിട്ടില്ല. പശുവിനൊന്നും ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തില്ല. ഒരു മുഴയാനാ പറഞ്ഞത്, അതിനെപ്പറ്റി മുഴയാന. കൊമ്പുണ്ടാവില്ല, അത്രേ ഉള്ളൂ. കൊമ്പുണ്ടാവില്ല. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല ആരോഗ്യമുള്ള, നല്ല ആരോഗ്യമുള്ള. ഇത്ര സ്ഥലത്തൂടെ അത് പോകുന്നുണ്ട്. ഇങ്ങനെ ആക്കിയിട്ട് ഒതുങ്ങി ചെറിയ വഴിക്കൂടെ പോകാനാ. ആരും ഉപദ്രവിച്ചിട്ടില്ല. ഇവിടെ അവിടെ സിറാജിന്റെ മതിലില്ല. പക്ഷേ ഇനിയും പറയുന്നുണ്ട് ഒരു റൂട്ട് ആനക്ക് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടല്ലോ. ഒരിക്കലും ഒരു വഴിക്ക് വന്നാൽ വഴി തെറ്റി വന്നാണെങ്കിൽ പിന്നെ ഇത് നമുക്കറിയില്ല. പണ്ടുള്ള ആൾക്കാർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു കാലത്ത് ഒരു 25, 30, 40 കൊല്ലം മുന്നേ ഈ റൂട്ടിൽ ആന പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ റൂട്ടിൽ തന്നെ ആന ആ സ്ഥലത്തേക്ക് പോയത്. പിന്നെ കഴിഞ്ഞ ആഴ്ച മുള്ളംപന്നി വന്നു ഇതിനോടെ.
മുള്ളംപന്നി. മുള്ളംപന്നിയും പന്നിയല്ല സാധാരണ. പന്നിയൊക്കെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ഇവിടെ പന്നി സ്ഥിരം ഉണ്ടല്ലേ? സ്ഥിരമായിട്ട് റബ്ബറിലൊന്നും വെട്ടാനൊന്നും പോകാനാവില്ല. റബ്ബർ അല്ലേ? റബ്ബർ വെട്ടാനൊന്നും പോകാനാവില്ല. ഒരു സാധനം തൊട്ടില്ല. തേങ്ങ പോയിട്ട് ഒരാളെ ഉപദ്രവിച്ചിട്ടില്ലല്ലോ. അവന്റെ വഴിക്ക് പോയി. അവിടെ നിന്ന് ഇങ്ങനെ വന്നത് ആ വഴിക്കുന്ന വന്നേ. എന്നിട്ട് നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ കൂടെ പോയേ? ഈ വഴിക്കടാ. എന്നിട്ട് ഈ റോഡിന് പോയി. എന്നിട്ട് ഇതിലെ കയറിയില്ലേ? നേരിട്ട് കണ്ടോ? ആണോ? ഇന്നലെ ക്ലാസ്സിലായിരുന്നല്ലോ അല്ലേ? പേടിച്ചു പോയോ പെട്ടെന്ന് കണ്ടപ്പോൾ? ആണോ? എന്നിട്ട് ഇത് കുറേ ദൂരം പോയോ? അതിൻ്റെ പുറകെ പോയോ? ഇല്ല, ഞാനിവിടെ ആണല്ലേ? ആൾക്കാർ ഒത്തിരി പേരുണ്ടായിരുന്നു ഓടിക്കാനായിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലേ? അങ്ങോട്ട് പോയി നേരെ മതിൽ ഇതാക്കിയാണ്ടിക്കോ. ഇത് പോവുക കേട്ടോ. അതിന്റെ മണടിച്ചിട്ടാ അത് അതിലോടിച്ചിട്ടാണല്ലോ വന്നടി. ഇത്രയേ ഉള്ളൂ മതില്. അതാക്കിട്ടോ എത്ര പെട്ടെന്ന് തട്ടി പോക്കിയാൻ പറ. റെഡി വെച്ചി. കണ്ട വഴി എത്തുന്നതിന് മുന്നേ ആന ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു. ഇവിടുന്നാണ് ആന ഇങ്ങോട്ട് വന്നത്. ഈ റോഡ് വന്നിട്ട് റോഡിന് കയറിയിട്ട് പുറയിലെ ആ കിണറിന്റെ ആ സൈഡ് കൂടി വീടിന് ഇതിന്റെ ഉള്ളിൽ കയറിയോ? ഈ റോഡ് കയറിയാ? ഓ, മുറ്റത്തോടെ പോയി. അപ്പുറത്തുനിന്ന് ഒരു പിന്നെ ഇവിടുത്തെ ഉമ്മാവ ആറിയിരുന്നത് അയൽമേൽ. അന്നേരം ഓല് കണ്ടിട്ട് പോയോ ഇതിലേക്ക് കയറി. ഈ റോഡ് ഇതില്ലേ തുണി ഇറക്കുന്നുണ്ടായിരുന്നല്ലേ? ആ, ഇവിടെ ഇതില്ലേ കിണറ്, ഈ ഇട കൂടി പോയിട്ട് ഇവിടെ ആദ്യം ആടെ പൊട്ടിച്ചോക്കിയ. അന്നേരം ആടെ കാണിയുണ്ട്. ഇതിലെ കൂടി നോക്കി. അന്നേരം ഇവിടെ വലിയ കാണിയുണ്ട്. അന്നേരം ചാടിയില്ല. ആദ്യം ഇത് പൊട്ടിച്ച്, പിന്നെ ഇവിടെ അന്നേരം കാണിയില്ലേ. എങ്ങനെയാലും ഇറങ്ങി പോകാൻ വേണ്ടി പൊട്ടിച്ചോട്ടതാ. താഴെ കിടപ്പുണ്ട് അതിന്റെ. പിന്നെ ഇവിടെ പൊട്ടിച്ചിട്ട് ഇവിടെ ചാടിയതാ. കാലടയാളുണ്ട് ഇവിടെ. ഇവിടെ ഭയങ്കര ആഴമായതുകൊണ്ട് ഇതും പൊട്ടിച്ചല്ലേ? ഇവിടെ ഇത്ര ഇതാ ഇതിന്റെ ബാക്കി ഭാഗം അവിടെ ഇത്രയും ഭാഗം പൊട്ടിച്ചേട്ടോ. പൊട്ടിച്ച് മതില് മൊത്തം പൊട്ടിച്ച് കളഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ട്. എങ്ങനെയാ ഇറങ്ങിയോ? ഒരു കാലം ആദ്യം ഒരു കാലം ചാടിയല്ല, ഒരു കാലം വെച്ച് പിന്നെ അടുത്ത കാലം വെച്ച്. ഈ ഒരു മധുര ഇങ്ങനെ പൊട്ടിച്ച് വന്നിട്ട് ഇവിടെ കാലുകൊണ്ട് തട്ടിയിട്ട് രണ്ട് കാല് കുത്തിയിട്ട് എന്താക്കി അങ്ങോട്ട് കടന്ന്. പിന്നെ ഈ റൂട്ട് അങ്ങനെ തന്നെ അവിടെ കാൽപ്പാട് കാണാം കേട്ടോ. ഇവിടുന്ന് പിന്നെ അങ്ങനെ നേരെ അങ്ങോട്ട് വരാം. ഇവിടുന്ന് പോയിട്ട് അവിടെ ചെല്ലുന്ന ആ റോഡാണ് നമ്മൾ ആ വയലിൽ കൂടെ അങ്ങനെ പോയല്ലേ? പിന്നെയാണ് നമ്മളെ കയറിയ സ്ഥലം കണ്ടത്. ഉമ്മ ഇവിടുത്തെ ഈ വീട്ടിലെ ആള് ഇവിടെ തുണി അലക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് കണ്ടപ്പോ ഞെട്ടിപ്പോയി കാണൂല്ലേ? ഉമ്മ പേടിച്ചു വല്ലാണ്ട് പേടിച്ചു അല്ലേ? വയസ്സുള്ളൊരു ഉമ്മയല്ലേ. നമ്മളിപ്പോ ഈ പോകുന്ന വഴി കൂടെ കേട്ടോ ആന ഇറങ്ങി വന്ന്. ഇച്ചിരി ദൂരം ഉണ്ട്. നമ്മൾ അതുകൊണ്ട് ഇങ്ങനെ ബൈക്കിലാണ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാ റോട്ടിൽ കൂടെ തന്നെയല്ലേ പോയാ? എല്ലാ റോട്ടിൽ കൂടെ തന്നെ കേട്ടോ. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം എല്ലാ വീടുകളും അടുത്തടുത്ത് വീടുകളുള്ള സ്ഥലങ്ങളാണ്. വന്ന വഴിക്ക് തന്നെ ഈ ഒരു ഇതിപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ മാറിയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടുത്തെ പറമ്പിൽ വാഴയൊക്കെ ആന കളഞ്ഞിട്ടുണ്ട്. ഇതിലിങ്ങനെ വന്നേ
ഇതിൽ ഈ വഴി കൂടെ ആയിട്ടാണ് വന്നത്. ഇതൊക്കെ ആന ചവിട്ടി പാടമൊക്കെ ഉണ്ട് ഇവിടെ നിറച്ചുകൊണ്ട്. കാൽപ്പാടാണ് അല്ലേ, കാൽപ്പാട്. ഇവിടെ ആന വന്ന് ഇവിടെ നിന്ന് ഈ വാഴയൊക്കെ ഇവിടുന്ന് വാഴയൊക്കെ തിന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം പോകുന്ന വഴിക്കുള്ള തിണ്ടിടിച്ചല്ലേ. എന്നിട്ട് ഇവിടുന്ന് അവിടെ നേരെ താഴേക്ക് ഇറങ്ങി, അതിൽ താഴേക്ക് ഇറങ്ങി അങ്ങനെ ഇറങ്ങിപ്പോയി അല്ലേ. ഇവിടെ അല്ലേ. ഓക്കെ, ഇതുണ്ടോ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അതിലിറങ്ങി. നേരിട്ട് കണ്ടായിരുന്നോ? ഇല്ല, നേരിട്ടില്ല. ഇത് രാത്രിയാവുന്നല്ലേ? 2 മണിക്ക് ശേഷം. 2 മണിക്ക് ശേഷം ഇതിൽ പോയപ്പോൾ ഇതിലെ പോയല്ലേ? പോയതിന് ശേഷമാണ് ഇവിടെ ഫോറസ്റ്റുകാരൊക്കെ വന്നിട്ട് ആനയിലൂടെ പാസ് ചെയ്ത് പറഞ്ഞു. ആണല്ലേ. ആന ഈ ഒരു വഴിക്കാണ് വന്നത്. ഇവിടെ വന്നിട്ടാണ് പേരാമ്പ്ര ടൗണിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ പോയത്. ഇതിലൊന്നും വന്ന ആൾക്കാരൊക്കെ അറിഞ്ഞത് പിറ്റേ ദിവസം വൈകിട്ടായപ്പോൾ കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഇന്നലെ, അതായത് ഓണത്തിൻ്റെ അന്ന് ഈ നാട്ടിൽ നടന്ന സംഭവ വികാസങ്ങൾ. ജനങ്ങൾ ഒത്തിരിയധികം പരിഭ്രാന്തിയിൽ തന്നെയായിരുന്നു. എന്താ പറയുക, ഇങ്ങനെ ഒരു ആന ഈ ഒരു പ്രദേശത്തേക്കൊക്കെ വരുന്നത് ആദ്യമായിട്ടാണെന്ന് പറഞ്ഞത്. ഇതിന് മുന്നേ ഇതുപോലെ വന്നത് 10-40 വർഷം മുന്നേ ഒക്കെയാണെന്നാണ് ഇവർ പറയുന്നത്. ഈ അടുത്ത സമീപ കാലത്തൊന്നും ഇവിടെ ഒന്നും ആന വരാത്തൊരു സ്ഥലമാണ് പെരുവണ്ണാമൊഴി എന്ന് പറയുന്ന, നമ്മൾ ഇതിൻ്റെ തുടക്കത്തിലെ ഭാഗത്ത് കാണിച്ച ആ ഒരു പ്രദേശത്തൊക്കെ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ഉണ്ട്. ആ ഭാഗത്തൊക്കെ സ്ഥിരമായിട്ട് ആന വരുന്നതാണ്. പക്ഷേ ഇങ്ങോട്ടൊക്കെ ആദ്യമായിട്ടാണ് വരുന്നതെന്ന് പറയുന്നത്. ഏതായാലും നമ്മളിപ്പോൾ ആന ഇതിലെ പരക്കം പാഞ്ഞ് നടക്കുന്ന ആ ദൃശ്യങ്ങളും വയലിൽ കൂടെ നടക്കുന്ന ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. ആന പേരാമ്പ്രയിൽ നിന്ന് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഇപ്പറയുള്ള ഒരു വയൽ പ്രദേശത്തായിരുന്നു പകൽ കുറേ നേരം തമ്പടിച്ച് നിന്നത്. ഏതായാലും അവിടുന്ന് പിന്നെ ആനേനെ ഒരു ഉച്ചയ്ക്ക് ശേഷം തുരത്തി ആന നമ്മളിപ്പോൾ കണ്ട ആ വഴി കൂടെയൊക്കെയാണ് ആന തിരിച്ചു പോയതും. പല പറമ്പിൽ കൂടെയൊക്കെ കയറി ഒക്കെ പോവുമായിരുന്നു. ആനയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആന വന്ന വഴി കൂടെ മാത്രമേ തിരിച്ചു പോവുള്ളൂ. അങ്ങനെ ആ വന്ന വഴി കൂടെ തന്നെ തിരിച്ചു പോകുന്ന രംഗങ്ങളൊക്കെയാണ് നമുക്ക് കണ്ടത്. ഏതായാലും ഒരു വലിയ സംഭവ ബഹുലമായ പരിപാടിയൊക്കെ തന്നെയാണ് ഇന്നലെ ഇവിടെ നടന്നത്. ഏതായാലും ആൾക്കാർക്കൊന്നും അപകടമൊന്നും പറ്റാതെ മറ്റു വലിയ നാശനഷ്ടങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാകാതെ ആനേനെ തിരിച്ച് കാട് കയറ്റി വിടാനായിട്ട് സാധിച്ചു. ഒരു മോഴയാനയായിരുന്നു. 1-2 പേരുടെ ചെറിയ രീതിയിലുള്ള കൃഷി നാശവും അതുപോലെ തന്നെ എന്താ പറയുക ഒരു മധുരമൊക്കെ നശിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷെ എന്നാലും മറ്റ് ഭീകരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.